ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ പുതിയൊരു ഹെഡാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ ഇൻകം ടാക്സ് ലെക്ചർ സീരീസിൽ നമ്മൾ ഇതുവരെ 3 ഹെഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന ഈ 3 ഹെഡും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡാണ്. ഓക്കെ, Income under the head capital gains deals with the section 45 to section 55. Capital gain എന്ന ഹെഡ് ഡീൽ ചെയ്യുന്ന സെക്ഷന് സെക്ഷൻ 45 മുതൽ 55 വരെയാണ്. അപ്പോൾ കഴിഞ്ഞ ഹെഡ് നോക്കുകയാണെങ്കിൽ PGBPന്റെ ഹെഡ് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 28 മുതൽ 44 വരെയുള്ള സെക്ഷൻസ് ഓരോ സെക്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ PGBPന്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഏതൊരു ഹെഡിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ചാർജിങ് സെക്ഷൻ എന്നുള്ളത്. ചാർജിങ് സെക്ഷനിൽ പറയുന്നത് ഏതൊക്കെ ഇൻകമാണ് ആ പെർട്ടിക്കുലർ ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ്റെ ചാർജിങ് സെക്ഷൻ എന്നുള്ളത് സെക്ഷൻ 45 സബ്സെക്ഷൻ 1. അപ്പോൾ എന്താണ് ഈ ചാർജിങ് സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പറയുന്നത് എന്ന് വെച്ചാൽ, പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിംഗ് ഓൺ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഷാൾ ബി ചാർജബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദി സെയിം പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റോ ഗെയിനോ ആണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിന്റെ അണ്ടറിൽ ചാർജബിൾ ആകുന്നത്. ഏത് പ്രീവിയസ് ഇയറിലാണോ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ആ പ്രീവിയസ് ഇയറിലാണ് അത് ടാക്സബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ ഒരു ഇൻകം ചാർജബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ അസറ്റ് എന്തായിരിക്കണം? ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഒരു ഇൻകം ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ ചാർജബിൾ ആണെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ ക്യാപിറ്റൽ അസറ്റ്. അതെന്തായിരിക്കണം? ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം, ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ദാസ് സി ട്രാൻസ്ഫർ സച്ച് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ആ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ഒരു പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടാകും. എങ്കിൽ മാത്രമേ അത് ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആവുകയുള്ളൂ. അപ്പം ഇവിടെ പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, ഇപ്പം നെഗറ്റീവ് ഗെയിനോ അല്ലെങ്കിൽ പോസിറ്റീവ് ഗെയിനോ ആവാം. അപ്പം ഇൻകം എന്നുള്ളത് എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻകം നെഗറ്റീവ് ഇൻകം ആവാം, അതേപോലെ തന്നെ പോസിറ്റീവ് ഇൻകം ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഇൻകം ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ചാർജബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ്? ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് മീൻസ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ആൻ അസസി വെദർ ഓർ നോട്ട് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു അസസി ഹോൾഡ് ചെയ്യുന്ന ഏതൊരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിലും അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനിയിപ്പോൾ ആ ഒരു അസറ്റ് ബിസിനസ്സുമായി കണക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു അസസി ഹോൾഡ് ചെയ്യുന്ന ഏത് പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് മീൻസ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി. അത് മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, ബിസിനസ്സുമായി കണക്ഷൻ ഉള്ളതാവാം, ഇല്ലാത്തതാവാം. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി അത് അസസി ഹെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് എനി സെക്യൂരിറ്റി ഹെൽഡ് ബൈ എ FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് which has invested in such securities in accordance with the regulation made under the Securities Exchange Board of India Act 1992. ഒരു FII എന്ന് വെച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏതെങ്കിലും സെക്യൂരിറ്റീസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി, അത് ടാഞ്ചിബിൾ ആയാലും ഇൻടാഞ്ചിബിൾ ആയാലും മൂവബിൾ ആയാലും ഇമ്മൂവബിൾ ആയാലും ബിസിനസ്സുമായി കണക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അതെന്താണ്? ഈ ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുപോലെ തന്നെ FII ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പോൾ താഴെ പറയുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പറയുന്ന പോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ബിസിനസ്സിലൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്റ്റോക്ക്
അത് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പൊ സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ. എന്നാൽ ഏതെങ്കിലും FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് FIIന്റെ കേസസിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്തായും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. അല്ലാത്ത സ്റ്റോക്ക് ഇൻ ട്രേഡ് ഒന്നും ക്യാപിറ്റൽ അസറ്റ് അല്ല. ഇനി നമ്മൾ സാധാരണ നമ്മൾ ഈ PGBP പഠിച്ചത് തന്നെയാണ്. ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് വിൽക്കുക എന്നുള്ളത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ PGBP അണ്ടറിലാണ് ടാക്സബിൾ ആകുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. രണ്ടാമത്തെ പോയിന്റ് പേഴ്സണൽ എഫക്ട്. പേഴ്സണൽ എഫക്ട്സ് മീൻസ് എനി മൂവബിൾ പ്രോപ്പർട്ടി held for personal use of the assessee or for any dependent member of his family. ഒരു അസസി പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അസസിയുടെ ഫാമിലി മെമ്പേഴ്സ് ഉപയോഗിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടിയാണ് എന്ത്, പേഴ്സണൽ എഫക്റ്റ് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു വീട് നോക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഒരുപാട് പേഴ്സണൽ എഫക്ട്സ് ഉണ്ടാവും. കാറ്, ഫർണിച്ചർ, അല്ലെ, അൽമറ, ഗ്ലാസ്, പ്ലേറ്റ്, ടാബിൾ, അങ്ങനെ ചെയർ, അങ്ങനെ ഒരുപാട് നമ്മൾ ഒരു പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന അസറ്റ്, അതാണ് പേഴ്സണൽ എഫക്റ്റ് എന്നുള്ളത്. അപ്പൊ പേഴ്സണൽ എഫക്റ്റ് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ. പക്ഷേ ബട്ട് എക്സ്ക്ലൂഡ് ദ ഫോളോയിങ്. അപ്പൊ ഈ പേഴ്സണൽ എഫക്റ്റിൽ ഈ താഴെ പറയുന്നത് എന്ത് പെടില്ല, പേഴ്സണൽ എഫക്റ്റിൽ പെടില്ല. അപ്പൊ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിന്റിംഗ്, സ്കൾപ്ചേഴ്സ് ഓർ എനി ഓഫ് ആർട്ട് വർക്ക്, അല്ലേ? അപ്പോൾ ഈ ജ്വല്ലറി ആയാലും ആർക്കിയോളജിക്കൽ കളക്ഷനും ഡ്രോയിങ്സും പെയിന്റിങ്ങും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊന്നും പേഴ്സണൽ എഫക്റ്റ് ആയിട്ട് പരിഗണിക്കില്ല. അപ്പൊ പേഴ്സണൽ എഫക്റ്റ് അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ എന്താണ്, ഇതൊക്കെ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പേഴ്സണൽ എഫക്റ്റ് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ പേഴ്സണൽ എഫക്റ്റിൽ ഈ താഴെ പറയുന്ന ഈ അസറ്റ് ഉൾപ്പെടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഈ താഴെ പറഞ്ഞിട്ടുള്ള ഈ ജ്വല്ലറിയും ആർക്കിയോളജിക്കൽ കളക്ഷനും ഡ്രോയിങ്സും ഒക്കെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ എന്താണ് ജ്വല്ലറി? ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് കൊണ്ടോ സിൽവർ, പ്ലാറ്റിനം, എനി അതർ പ്രിഷ്യസ് മെറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിഷ്യസ് ആയിട്ടുള്ള അലോയ്സ് കണ്ടെയ്നിങ് മോർ സച്ച് പ്രിഷ്യസ് മെറ്റൽസ്. ഓക്കെ. അപ്പൊ പ്രിഷ്യസ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിൽവറോ പ്ലാറ്റിനോ അങ്ങനെയുള്ള പ്രിഷ്യസ് മെറ്റൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ജ്വല്ലറി എന്നുള്ളതിൽ പെടുന്നത്. ഓക്കെ. ഇനി ഏതെങ്കിലും ഈ ഫർണിച്ചറോ അല്ലെങ്കിൽ ഇപ്പൊ ഷർട്ടൊക്കെ തന്നെ ഉണ്ട്, ഒരു സ്യൂട്ട് ഉണ്ട്, അതിന്മേൽ ഡയമണ്ടിന്റെ ഇതൊക്കെ എന്താ പറയാ പല വർക്കുകളും ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജ്വല്ലറിയിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ട്, ഒരു ചെയർ, ആ ചെയർമേൽ പല ഗോൾഡിന്റെയും അതേപോലെ തന്നെ ഡയമണ്ടിന്റെ ഒക്കെ പ്രഷ്യസ് മെറ്റലൊക്കെ കൊണ്ട് എന്തുണ്ട് പല വർക്കുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ജ്വല്ലറിയിൽ ഉൾപ്പെടും. ഓക്കെ. അപ്പൊ എന്താണ് ജ്വല്ലറി എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പേഴ്സണൽ എഫക്റ്റ് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷേ പേഴ്സണൽ എഫക്റ്റിൽ ഈ ജ്വല്ലറിയും ആർക്കിയോളജിക്കൽ കളക്ഷൻസും ഡ്രോയിങ്സും പെയിന്റിങ്സും ഒന്നും ഉൾപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഏത് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പൊ അങ്ങനെ ആ ജ്വല്ലറി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഗെയിനോ അല്ലെങ്കിൽ പ്രോഫിറ്റോ അത് ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ ആകും. അത് ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു പേഴ്സണൽ എഫക്റ്റ് എന്നുള്ളത് എന്താണ്, എനി മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ്, ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പേഴ്സണൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇമ്മൂവബിൾ ആയതുകൊണ്ട്, ഓക്കെ, അത് ഇമ്മൂവബിൾ ആയതുകൊണ്ട് എന്തല്ല ഈ പേഴ്സണൽ എഫക്റ്റിൽ പരിഗണിക്കില്ല. ഓക്കെ. അപ്പോൾ പേഴ്സണൽ എഫക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് എന്താവണം, മൂവബിൾ പ്രോപ്പർട്ടി ആവണം. An immovable property and aforesaid asset held for personal use are not personal effect and hence are capital asset. Next, securities are not a personal effect. Securitiesum endilla personal effect illa. An intangible asset does not have personal effect. Intangible assetum personal effect illa. പിന്നെ പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ, ഫർണിച്ചർ, കാറ്, സൈക്കിള്, സ്കൂട്ടർ ആൻഡ് ഈ യൂസ്ഡ് ബൈ ദി അസസി ഫോർ പേഴ്സണൽ പർപ്പസ്. അസസി പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ.
അത് മൂവബിൾ ആയിരിക്കണം, ഇമ്മൂവബിൾ ആവാൻ പാടില്ല. നെക്സ്റ്റ്, ഇനി പേഴ്സണൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ആ പ്രോഫിറ്റ് അത് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിന്റെ അണ്ടറിൽ ടാക്സബിൾ ആവില്ല. അതൊരു ഹെഡിന്റെ അണ്ടറിലും ടാക്സബിൾ ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തേതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, രണ്ടാമത്തത് പേഴ്സണൽ എഫക്റ്റ്, ദെൻ തേർഡ് വൺ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ റൂറൽ ഏരിയ. ഇപ്പോൾ റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡും ക്യാപിറ്റൽ അസറ്റ് അല്ല. എന്നാൽ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കില്ല എക്സെപ്റ്റ് ദി ഫോളോയിങ്. ഓക്കെ, അപ്പൊ ഈ താഴെ പറയുന്നതൊക്കെ എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് നോക്കാം. ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് വിത്ത് ദ ജുറിഡിക്ഷൻ ഓഫ് എനി മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെന്റ് ബോർഡ് ഹാവിംഗ് പോപ്പുലേഷൻ ഓഫ് 10,000 ഓർ മോർ. ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡിന്റെ പരിധിക്കുള്ളിൽ വരുന്ന ഒരു ലാൻഡ് ഉണ്ട്. ഓക്കെ, ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡിന്റെ പോപ്പുലേഷന് 10,000-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും. ഇനി ആ മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡിന്റെ പോപ്പുലേഷന് ലെസ് ദാൻ 10,000 ആണെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മുടെ ഈ കിലോമീറ്റേഴ്സ് വെച്ചിട്ട് കുറച്ച് കണക്കുകൾ പറയുന്നുണ്ട്. അത് നമുക്കൊരു പിക്ചർ രൂപത്തിൽ എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഇതൊരു മുനിസിപ്പാലിറ്റി അല്ലേ, മുനിസിപ്പാലിറ്റി കണ്ടോൺമെന്റ് ബോർഡാണ്. അവിടുത്തെ പോപ്പുലേഷന് 10,000-നേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു അഗ്രികൾച്ചറൽ ലാൻഡ്, ആ അഗ്രികൾച്ചറൽ ലാൻഡ് എന്താകും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ പോപ്പുലേഷൻ 10,000-നേക്കാൾ കുറവാണ്, ലെസ് ദാൻ 10,000 ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അഗ്രികൾച്ചറൽ ലാൻഡ് അത് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് പരിഗണിക്കും. ക്ലിയർ? ഓക്കെ, ഇനി ഈ മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെന്റ് ബോർഡിൽ നിന്ന് 2 കിലോമീറ്റർ ലോങ് ഉള്ള സ്ഥലം, അതിൻ്റെ 2 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള ഒരു സ്ഥലത്ത്, പക്ഷെ അവിടുത്തെ പോപ്പുലേഷന് 10,000-നേക്കാൾ കൂടുതലും, അവിടുത്തെ പോപ്പുലേഷന് 10,000 മുതൽ 1 lakh വരെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 10,000 to 1 lakh ആണ് അവിടുത്തെ പോപ്പുലേഷൻ എങ്കിൽ, അവിടെ ഈ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ അഗ്രികൾച്ചറൽ ലാൻഡും ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടോൺമെന്റ് ബോർഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ ലോങ് ദൂരം. ഓക്കെ, അപ്പോൾ ഏരിയൽ നാട്ടാ നോക്കുക, നമ്മൾ ഏരിയൽ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് ലാൻഡിക്ക് അങ്ങനെ വളഞ്ഞ് പോവാണ്ടെങ്കിലും നമ്മൾ നോക്കുക എങ്ങനെയാണ്? ഏരിയൽ സ്ട്രൈറ്റ് ആയിട്ട് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള റൂട്ടാണ് നോക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോൺമെന്റ് ബോർഡ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ ലോങ്. ഓക്കെ, അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണ്? 10,000 മുതൽ 1 lakh ആണ് അവിടുത്തെ പോപ്പുലേഷൻ എങ്കിൽ, അവിടുത്തെ ആ സിറ്റുവേറ്റ് ചെയ്യുന്ന ലാൻഡ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെന്റ് ബോർഡിൽ നിന്ന് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു ലാൻഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലാൻഡ് ഉണ്ട് 6 കിലോമീറ്റർ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 6 കിലോമീറ്റർ ഉണ്ട്, അവിടെ ഒരു ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പോർഷൻ ഓഫ് ലാൻഡ്. പക്ഷെ ഇവിടുത്തെ പോപ്പുലേഷന് 1 lakh മുതൽ 10 lakh വരെയാണ്. 1 lakh to 10 lakh ആണ് അവിടുത്തെ പോപ്പുലേഷൻ എങ്കിൽ ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ കണ്ടോൺമെന്റ് ബോർഡ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ, ഈ 8 കിലോമീറ്റർ ഉള്ളിലുള്ള പോപ്പുലേഷന് എത്രയാണ്? 10 lakh-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് മീൻസ് 8 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ലാൻഡ് ഉണ്ടെങ്കിലും അതൊക്കെ എന്താണ്? അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ബിയോണ്ട് 8 കിലോമീറ്റർ എന്താണ്? അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. ക്ലിയർ?
അപ്പൊ എന്താണ് പറഞ്ഞത്, മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെന്റ് ബോർഡിന്റെ പോപ്പുലേഷൻ 10,000 മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും. ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ. ഇനി മുനിസിപ്പാലിറ്റീൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. പക്ഷെ അവിടുത്തെ പോപ്പുലേഷന് 10,000-നേക്കാൾ കൂടുതലും 1 ലാഖിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ 10,000 to 1 ലാഖ് വരെയാണ് അവിടുത്തെ പോപ്പുലേഷൻ എങ്കിൽ അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡും ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി കണ്ടോൺമെന്റ് ബോർഡിൽ നിന്ന് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഓക്കെ, അവിടുത്തെ പോപ്പുലേഷന് 1 ലാഖ് മുതൽ 10 ലക്ഷം വരെയാണ്. 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ള പോപ്പുലേഷനാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡും ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി കണ്ടോൺമെന്റ് ബോർഡിൽ നിന്ന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസിന്റെ ഉള്ളിൽ ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. പക്ഷേ ഈ ഡിസ്റ്റൻസിലുള്ള പോപ്പുലേഷന് 10 ലാഖിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ. ഇനി 8 കിലോമീറ്റർ ബിയോണ്ട്, അതിന്റെ അപ്പുറത്തേക്കുള്ള ലാൻഡ് എല്ലാം എന്താണ്, അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ. അപ്പൊ അഗ്രികൾച്ചറൽ ലാൻഡായി പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് അല്ല. 8 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്കുള്ള ലാൻഡ് അതെന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല, നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഇത് ഇവിടെ എന്താണ്, അപ്പോൾ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് പരിഗണിക്കും. അപ്പോൾ അതെന്താവില്ല, ക്യാപിറ്റൽ അസറ്റ് ആവില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ലാൻഡാണ്, എ എന്ന ഒരു ലാൻഡ്. ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് കണ്ടോൺമെന്റ് ബോണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. പോപ്പുലേഷൻ ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ എ എന്ന അഗ്രികൾച്ചർ ലാൻഡ് കണ്ടോൺമെന്റ് ബോണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ പോപ്പുലേഷന് 9,000 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, കണ്ടോൺമെന്റ് ബോർഡിൽ നിന്ന് 2 ലാഖ് വരെ, അപ്പോൾ അവിടുത്തെ 2 ലാഖ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ 10,000-ന്റെയും 1 ലാഖിന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇത് 10,000-നേക്കാൾ എന്താണ്, 10,000-നേക്കാൾ കുറവാണ്. അപ്പോൾ അതെന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ. ഇനി വേറെ ബി എന്നൊരു അഗ്രികൾച്ചറൽ ലാൻഡ്, ഒരു ലാൻഡ്, അത് 1.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടുത്തെ പോപ്പുലേഷൻ എന്നുള്ളത് 12,000 ആണ്. ഓക്കെ. അപ്പോൾ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോപ്പുലേഷൻ 10,000-ന്റെയും 1 ലാഖിന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ഓക്കെ. അഗ്രികൾച്ചറൽ ലാൻഡ് എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന ലാൻഡ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 3 കിലോമീറ്റർ ആണ്. അവിടുത്തെ പോപ്പുലേഷന് 80,000. ഓക്കെ. അപ്പോൾ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറി എടുക്കണം, 6 അല്ലേ. അപ്പോൾ കണ്ടോൺമെന്റ് ബോർഡിൽ നിന്ന് 6 കിലോമീറ്റർ എടുക്കാം. അങ്ങനെ അവിടുത്തെ പോപ്പുലേഷന് 1 ലാഖിന്റെയും 10 ലാഖിന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് 1 ലാഖിനേക്കാൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ. ഇനി ഡി എന്നൊരു അസറ്റ് അല്ല, ഡി എന്നൊരു ലാൻഡ് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 4 കിലോമീറ്റർ ഉണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. അവിടുത്തെ പോപ്പുലേഷൻ 3 ലാഖ് ആണ്. ഓക്കെ. അപ്പോൾ 4 കിലോമീറ്റർ എന്നത് 6ന്റെ പരിധിയിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ആവുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടുള്ളത്, 1 ലാഖ് മുതൽ 10 ലാഖ് വരെയാണ്. അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ 1 ലാഖിന്റെയും 10 ലാഖിന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ ബോർഡിൽ നിന്ന് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഏരിയയിൽ അവിടുത്തെ പോപ്പുലേഷന് 1 ലാഖിന്റെയും 10 ലാഖിന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന ലാൻഡ് എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ. ദെൻ ഒരു നെക്സ്റ്റ് കേസ്, ലാസ്റ്റ് കേസ് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡ്, അവിടുത്തെ പോപ്പുലേഷന് 50 ലാഖ് ആണ്. പോപ്പുലേഷൻ എത്രയാണ്, 50 ലാഖ് ആണ് അവിടുത്തെ പോപ്പുലേഷൻ, ഈ 9 കിലോമീറ്ററിന്റെ ഇടയിലുള്ള പോപ്പുലേഷൻ. ഓക്കെ. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 8 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്തായിട്ട് മാറും, അത് പിന്നെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറില്ല, അത് പിന്നെ നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ. അപ്പോൾ 8 കിലോമീറ്ററിന്റെ ബിയോണ്ടിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ ലാൻഡ് അത് പിന്നെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഗോൾഡ് ബോണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സ്റ്റോക്ക് ഇൻ ട്രേഡ് പറഞ്ഞു, രണ്ടാമത്തത് പേഴ്സണൽ എഫക്റ്റ്,
മൂന്നാമത്തത് അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ റൂറൽ ഏരിയ. ആൻഡ് നാലാമത്തതാണ് ഗോൾഡ് ബോണ്ട്. ഇപ്പോൾ ഗോൾഡ് ബോണ്ടിൽ പെട്ടതാണ് 6.5% ഗോൾഡ് ബോണ്ട്, 7% ഗോൾഡ് ബോണ്ട്, നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട്, ഇതൊക്കെ. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബോണ്ട് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് സ്പെഷ്യൽ ബിയറർ ബോണ്ട്. സ്പെഷ്യൽ ബിയറർ ബോണ്ടും സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതും എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് ആണ്. ആൻഡ് ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്. ഓക്കെ. അപ്പോൾ ഈ ബോണ്ടൊന്നും ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചധികം ഒരു 6 കേസ് പറഞ്ഞു. ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തത്? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടിയും ഒരു അസസി കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അതിൽ ക്യാപിറ്റൽ അസറ്റിൽ അല്ലാത്തത് ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ പെട്ടതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതുപോലെ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ റൂറൽ ഏരിയ, പേഴ്സണൽ എഫക്റ്റ്, ഗോൾഡ് ബോണ്ട്, സ്പെഷ്യൽ ബിയറർ ബോണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്. അപ്പൊ ഇതൊഴികെ ബാക്കിയുള്ളതൊക്കെ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. ട്രാൻസ്ഫർ സെക്ഷൻ 2 സബ്സെക്ഷൻ 47. അപ്പൊ ക്യാപിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 47. അപ്പൊ എന്താണ് ട്രാൻസ്ഫർ എന്നതിന്റെ പരിധിയിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ട്രാൻസ്ഫർ എന്നുള്ളത് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് സെയിൽ, എക്സ്ചേഞ്ച്, റിലിംഗ്വിഷ്മെന്റ് ഓഫ് ദി അസറ്റ്. സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക അല്ലെ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർട്ടർ സിസ്റ്റം, ഒരു അസറ്റിന് പകരം വേറൊരു അസറ്റ് കൈമാറുക എന്നുള്ളതാണ്. അപ്പൊ അതും ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ വരുന്നതാണ്. റിലിംഗ്വിഷ്മെന്റ് ഓഫ് അസറ്റ്, ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള അസറ്റ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഈ ചില വാഹനങ്ങൾ, അതേപോലെ തന്നെ ചില ബിൽഡിങ്ങോ അല്ലെങ്കിൽ ചില പറമ്പൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടാകാം. അപ്പൊ അതൊക്കെ എന്താണ്, ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഉപേക്ഷിച്ചിട്ട് പോയാൽ അത് അതിന് ലാഭം കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, അത് ആ അസറ്റ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അത് ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, എക്സ്റ്റിംഗ്വിഷ്മെന്റ് ഓഫ് എനി റൈറ്റ് ആൻഡ് ആൻ അസറ്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു അസറ്റിന്റെ ഒരു റൈറ്റ് അതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നതിനെയാണ്. ഇപ്പൊ എന്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ വേറെ ആൾക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ എന്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്, അത് നാളെ മുതൽ നീ ഉപയോഗിച്ചു എന്നിട്ട് വേറെ ആൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, ആ അസറ്റിന്റെ റൈറ്റ് വേറെ ആൾക്ക് എന്ത് ചെയ്തു, മാറ്റിക്കൊടുത്തു. ഓക്കെ, അതാണ് എക്സ്റ്റിംഗ്വിഷ്മെന്റ് ഓഫ് എനി റൈറ്റ് ഇൻ എൻ അസറ്റ്. നെക്സ്റ്റ് വൺ, കമ്പൽസറി അക്വസിഷൻ ഓഫ് എൻ അസറ്റ് അണ്ടർ എനി ലോ. ഇപ്പൊ ഏതെങ്കിലും ലോ, നിയമപ്രകാരമായിട്ട് ഏതെങ്കിലും ലാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാഷണൽ ഹൈവേ വരുന്നു, അതിന്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ആ നാഷണൽ ഹൈവേന്റെ ഇരു സൈഡിലുള്ള ലാൻഡ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ അത് സ്വമേധയാ കൊടുക്കുന്നതെന്നല്ല, ഗവൺമെന്റ് നിയമപ്രകാരം അത് ഏറ്റെടുക്കുകയാണ്, കമ്പൽസറി അക്വസിഷൻ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ പെടുന്നതാണ്. നെക്സ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ബൈ ദി ഓണർ. ഒരു ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറിന്റെ പരിധിയിൽ പെടുന്നതാണ്. ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ അണ്ടറിൽ നമ്മൾ ചാർജ് ചെയ്യും. അവിടെ എന്ത് ചെയ്തു, ക്യാപിറ്റൽ അസറ്റ് പ്ലസ് ട്രാൻസ്ഫർ നടന്നു. സോ ക്യാപിറ്റൽ ഗെയിൻ അണ്ടറിൽ അത് ടാക്സബിൾ ആകും. ഇനി സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് എന്തിൻ്റെ അണ്ടറിലാണ്, PGBP അണ്ടറിലാണ് ടാക്സബിൾ ആവുക. കാരണം ഇവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്ലസ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം. അപ്പൊ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുള്ളത് ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് അത് ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ വരുന്നില്ല. സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ PGBP അണ്ടറിലാണ് ഉൾപ്പെടുക. ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ ഗെയിൻ അണ്ടറിൽ ചാർജബിൾ ആകും. ഓക്കെ, നെക്സ്റ്റ്, എനി ട്രാൻസാക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 53A ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് ദി പ്രോപ്പർട്ടി ആക്ട് 1882. അപ്പൊ ഈ പോയിന്റ് പറയുന്നത്, മിസ്റ്റർ എക്സ് ഒരു ബിൽഡിംഗ്, ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. ഒരു എഞ്ചിനീയർക്ക്, വൈ ആണ് എഞ്ചിനീയർ, വൈക്ക് എന്ത് ചെയ്യുന്നു, വൈനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ മൊത്തം വന്നത് 8 lakh ആണ്. ഒരു 7,50,000 പേയ്മെന്റ് അടുത്ത് ഒരു 50,000 കൊടുക്കാണ്ട്. അങ്ങനെ വൈന് എന്ത് ചെയ്യുന്നു, ഈ വൈക്ക് മുകളിലുള്ള പോർഷൻ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, അവിടെ താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ മിസ്റ്റർ വൈ ഒരു 10 വർഷമൊക്കെ അതിൽ താമസിച്ചു. എന്നിട്ട് മിസ്റ്റർ സെഡിന് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ സെഡിന് ആ ഒരു എന്താ പറയുക, ആ ഏരിയ
കൊടുക്കുകയാണെങ്കിൽ അതെന്താണ് ട്രാൻസ്ഫറിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടിയുടെ രജിസ്റ്റർ ഓണർ അല്ലെങ്കിൽ പോലും ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫറിൽ പെടും. ഓക്കെ, ദ നെക്സ്റ്റ്, എനി ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് ദ എഫക്റ്റ് ഓഫ് ട്രാൻസ്ഫറിങ് ഓർ എനാബിളിംഗ് ദി എൻജോയ്മെന്റ് ഓഫ് എനി മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഈ സെക്ഷൻ പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്പനി, നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കാം. ഇതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സൊക്കെ കൂടിയിട്ട് ജോയിൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങി, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ അവർ എല്ലാ ഒരു ജോയിൻ്റ് അക്കൗണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ മെമ്പേഴ്സൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി ഈ എമൗണ്ട് ഉപയോഗിച്ചിട്ട്, ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവരെന്ത് ചെയ്യണം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിലുള്ള മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ നോക്കുക, റിയൽ ഓണർ ആരാണ്? രജിസ്റ്റേർഡ് ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പക്ഷെ അവിടെ താമസിക്കുന്നത് അവിടുത്തെ മെമ്പേഴ്സാണ്. ഇനി ഒരു മെമ്പർ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്ലോട്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷൻ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്ഫർ അണ്ടറിൽ ഉൾപ്പെടും. ഓക്കെ, ഇവിടെ പറയാൻ കാരണം ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് റിയൽ ഓണർ അല്ല, രജിസ്റ്റേർഡ് ഓണർ അല്ല എന്ത് ചെയ്യുന്നത്, അത് ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എങ്കിൽ പോലും അത് ട്രാൻസ്ഫറിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതാണ് പറയുന്നത്, എനി ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് ബീൻ എഫക്ട് ദ ട്രാൻസ്ഫറിംഗ് ഓർ എനാബിളിംഗ് ദ എൻജോയ്മെന്റ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നെക്സ്റ്റ്, മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് പാർ വാല്യൂവിൽ റിഡീം ചെയ്യുന്നതിനെയാണ് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീറോ കൂപ്പൺ ബോണ്ട് മെച്യൂരിറ്റി പീരീഡിലാകുമ്പോൾ റിഡംഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ റിഡീം ചെയ്യുമ്പോഴോ, അത് റിഡീം ചെയ്യുമ്പോൾ അതിനെന്താണ്, അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഒരു സീറോ കൂപ്പൺ ബോണ്ട് റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള സെക്ഷൻസ് ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.